പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ ഉദ്യോഗസ്ഥരിലും ഉപദേഷ്ടാക്കളിലും അഭിരമിച്ച് നടപ്പിലാക്കിയ കൺസൾട്ടൻസി രാജ് ആ രാഷ്ട്രീയ സഖ്യത്തിന്റെ നയനിലപാടുകൾ മറന്നുകൊണ്ടായിരുന്നോ എന്ന് നമുക്ക് പലവട്ടം ചർച്ച ചെയ്യാം. കോടിയേരി ബാലകൃഷ്ണന്റേതുൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾ, അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും അവരനുഭവിക്കുന്ന അധികാര സാമീപ്യത്തിന്റെയും പ്രിവിലേജുകളുടെയും പിന്തുണയിൽ നടത്തുന്ന അത്യാചാരങ്ങൾ നമുക്ക് തുറന്നുകാട്ടാം. പക്ഷേ കേരളത്തിലെ പരമ്പരാഗത മാധ്യമ മുതലാളിമാരുടെ കുപ്രസിദ്ധമായ ഇടതുപക്ഷ വിരുദ്ധതയുടെ തിമിരത്തിൽ കഴിഞ്ഞ 5 മാസമായി മലയാളികൾക്ക് മുമ്പിൽ അരങ്ങേറുന്ന ഒരു രാഷ്ട്രീയ നാടകം നാം കാണാതിരുന്നുകൂടാ. അതിനു പിന്നിലെ ജനവിരുദ്ധ ഗൂഢാലോചനകൾ തുറന്നുകാട്ടപ്പെടണം. ജൂൺ 30-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് കണ്ടെത്തി തടഞ്ഞുവെച്ചത്. ജൂലൈ 5-ന് ബാഗേജ് തുറന്നു പരിശോധിച്ചപ്പോൾ അതിൽ 30 കിലോ സ്വർണമാണെന്ന് കണ്ടെത്തുകയും കേസെടുക്കുകയും ചെയ്തു. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സ്വപ്ന സുരേഷ് എന്ന മുൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായി ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം. ആരോപണമുയർന്ന ദിവസങ്ങൾക്കകം ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലയിൽ നിന്നും മാറ്റുകയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിന് കത്തെഴുതി ആവശ്യപ്പെട്ടത്. നോക്കൂ, അതിനുശേഷമുള്ള 5 മാസങ്ങൾ നമുക്ക് മുമ്പിൽ വിടർന്നു വന്ന തിരക്കഥകൾ എന്തെല്ലാമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ 8 അന്വേഷണ ഏജൻസികളാണ് ഈ 5 മാസം കേരളത്തിന്റെ തെക്ക് വടക്ക് ഓടി നടന്നത്. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിലെ നികുതി വെട്ടിപ്പ് അന്വേഷിക്കാൻ കസ്റ്റംസ് ആദ്യം വന്നു. സ്വർണ്ണക്കടത്ത് രാജ്യസുരക്ഷയെയും സാമ്പത്തിക പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്നു എന്ന വിലയിരുത്തലിൽ അതിലെ ഭീകര വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നാലെ NIA വന്നു. വിദേശത്തു നിന്നുള്ള സ്വർണ്ണക്കടത്തിന് ഇവിടെ സഹായം ചെയ്തവരെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്റലിജൻസ് ബ്യൂറോ വരികയും സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. ബാംഗ്ലൂർ സിനിമാ ലഹരി മരുന്ന് കേസിലെ പ്രതികൾക്ക് സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധം അന്വേഷിക്കാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എത്തി. കസ്റ്റംസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നാലെ എത്തി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ 4.25 കോടി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമുയർന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുമതിയില്ലാതെ വിദേശ സഹായം നേടിയെന്ന ആരോപണം അന്വേഷിക്കാനാണ് CBI വന്നത്. സ്വപ്നയുടെയും കൂട്ടുപ്രതികളുടെയും സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ ഇൻകം ടാക്സും വന്നു. മലയാള മനോരമ നൽകുന്ന വിവരമനുസരിച്ച് രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോയും ഇപ്പോൾ അന്വേഷണ പ്രക്രിയയിലുണ്ട്. 2019 മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് 25 കിലോ സ്വർണം പിടിച്ച കേസിൽ പ്രതിയായ സെറീന ദുബായിൽ ഒരു പാകിസ്ഥാനി പൗരനുമായി ചേർന്ന് ബ്യൂട്ടി പാർലർ നടത്തിയിരുന്നുവെന്നും ആ പാകിസ്ഥാൻ ബന്ധം അന്വേഷിക്കാൻ റോ വന്നു എന്നുമാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. അവർ പുതിയ കേസുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെ അന്വേഷണ പരമ്പരകളുടെ 5 മാസം കടന്നു പോകുമ്പോൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഇക്കണ്ട സ്വർണമത്രയും കൊടുത്തയച്ചത്? ആർക്കു വേണ്ടിയാണ് ഇത് കടത്തപ്പെട്ടത്? ഇതിന്റെ എല്ലാം സാമ്പത്തിക ലാഭം രാജ്യ താൽപര്യത്തിനെതിരായും നിയമവിരുദ്ധമായും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാരാണ്? ഇത്തരം അടിസ്ഥാന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. എളുപ്പം പൊട്ടിപ്പോകുന്ന സംശയത്തിന്റെ കുമിളകൾ ആകാശത്തേക്ക് ഊതിവിടാനല്ലാതെ ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ പ്രത്യേകിച്ചൊന്നും സാധിച്ചിട്ടില്ല. ഇത്തരം കുമിളകൾ പറത്തിവിടാൻ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിയത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയാണ്. അസാധാരണമായ കാര്യശേഷിയോടെ മാധ്യമങ്ങൾ ചെയ്ത ഈ വിടുപണിയാണ് ഈ തിരക്കഥയിലെ ഏറ്റവും ലജ്ജാകരമായ അധ്യായം. ഇത്രയും പറയാൻ പിണറായി വിജയന്റെ ആരാധകനാകണമെന്നില്ല. സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് മോഹങ്ങൾക്ക് ഇതുവരെ വഴങ്ങിക്കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ തച്ചുടക്കാനുള്ള നീക്കം ഇതിനു പിന്നിലുണ്ടോ എന്ന് സംശയിക്കാൻ വലിയ രാഷ്ട്രീയ പാണ്ഡിത്യവും ആവശ്യമില്ല, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ മാസങ്ങളിൽ. തങ്ങളുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് പുതിയ പല്ലും നഖവും നൽകി രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ തിരിച്ചുവിടാൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ മോഡി സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നേരെ നടത്തിയ കടന്നാക്രമണങ്ങൾ കണ്ടാൽ മതി. അന്വേഷണം തുടങ്ങിയതിന്റെ പിറ്റേന്നാൾ മുതൽ എല്ലാ അന്വേഷണ ഏജൻസികളിൽ നിന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകരിലേക്ക് മുറതെറ്റാതെ ചോർന്നെത്തുന്ന വാർത്തയുടെ തുണ്ടുകൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മതി. ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായ 2 വെളിപ്പെടുത്തലുകൾ അന്വേഷണ ഏജൻസികളുടെയും അവരുടെ യജമാനന്മാരുടെയും ഗൂഢലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എൻഫോഴ്സ്മെന്റിന് ആവശ്യമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ വിസമ്മതിച്ചതാണ് തന്നെ പ്രതിപട്ടികയിൽപ്പെടുത്താൻ കാരണമെന്ന് എം ശിവശങ്കർ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയാൻ തന്നെ നിർബന്ധിക്കുന്നതായുള്ള സ്വപ്ന സുരേഷിന്റെ സംഭാഷണ ശകലം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. വാർത്താ ചാനലുകളുടെയും പത്രങ്ങളുടെയും എഡിറ്റോറിയൽ ബോർഡിൽ കേന്ദ്ര ഏജൻസികൾ കസേരയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 5 മാസമായി നാം കാണുന്നത്. വാർത്താ ഏജൻസികളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെയാണ് കേന്ദ്ര ഏജൻസികളെ വലിയൊരു വിഭാഗം മാധ്യമങ്ങൾ ആശ്രയിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഭരണഘടനാ സംവിധാനങ്ങൾ ഉപകരണങ്ങൾ മാത്രമാവുകയാണെന്നും നീതിന്യായ വ്യവസ്ഥയെപ്പോലും കീഴ്പ്പെടുത്തിയെന്നുമുള്ള ഗുരുതരമായ വിമർശനങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഏജൻസികൾ കുറേശ്ശെയായി എറിഞ്ഞു തരുന്നതെന്തും മാധ്യമങ്ങൾ ചാടിയെടുക്കുകയും പൊതുജന മധ്യത്തിലേക്ക് അതെത്തിക്കുകയും ചെയ്യുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാർത്താമേള. രാവിലെ പത്രങ്ങളിൽ വരേണ്ട 8 കോളം വാർത്തയും രാത്രിയിലെ പ്രൈം ടൈം ചർച്ചയുടെ വിഷയങ്ങളും ഏജൻസി ഉദ്യോഗസ്ഥർ ഊഴമനുസരിച്ച് തീരുമാനിക്കുന്നത് പോലെ. കേന്ദ്ര സംഘങ്ങൾ തുടർച്ചയായി വിവരങ്ങൾ ഇട്ടുതരുന്നതിന് പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടെന്നും അന്വേഷണത്തിന്റെ ഗതി ഇത്തരത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അസാധാരണമാണെന്നുമുള്ള നിരീക്ഷണങ്ങൾ അധികമാരും ഗൗരവത്തിലെടുത്തില്ല. അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയെന്ന തരത്തിൽ വാർത്ത നൽകിയ ഏജൻസികളുടെ അവകാശവാദങ്ങൾ കോടതികളിലെത്തുമ്പോൾ ദുർബലമാകുന്നത് ഇതിനിടെ പലവട്ടം കണ്ടു. കേസും കോടതി നടപടിക്രമങ്ങളും വിധി നിർണയവും ഇനിയും നീണ്ടുപോകും. കേസിൽ പിന്നീടുണ്ടാകുന്ന തീർപ്പുകൾ എന്തുതന്നെയായാലും കുറ്റാരോപിതർ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതിയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നിർണായകമാവുക. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു പ്രതിപക്ഷ സംസ്ഥാനത്തിന് മേൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ നടത്തുന്ന അതിരുവിട്ട കടന്നാക്രമണങ്ങളെ ഇനിയും കേവല വാർത്തകളായി വിഴുങ്ങാൻ നിർബന്ധിക്കരുത്.